ലൈവ് കയറിയിട്ടുണ്ട്. You are now in live. ഹലോ. അല്ലല്ല അത് ജോലി തുടങ്ങിയത്. ഹായ് ഹലോ. ഇന്ന് നമ്മുടെ മാംഗല്യം തന്തുനാനിയില് 500 എപ്പിസോഡ് ആയതിന്റെ ചെറിയൊരു സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ലൈവ് വരുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഹായ് ഹലോ ഹലോ ഹായ്. എല്ലാരും വരുന്നുണ്ടേ. താങ്ക് യു. വരാത്ത ആവശ്യം കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു മാനവ്. എല്ലാരും വരാം. ശിവാൻ ഗൗതമിനെ കാണിച്ചു തരാം. ഗൗതം ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ഗൗതമിനെ കാണിച്ചു തരാം. നീ നിൽക്കുന്നു. പപ്സ് കഴിച്ചോണ്ട് നിൽക്കുന്ന ഗൗതമാണ്. അത് വേണ്ടോ? ഗൗതം ഇവിടെ എവിടെയെങ്കിലും ചാരി വെക്കട്ടെ. ഇത് ഇങ്ങനെ വെച്ചാലോ? ബാക്ക്ഗ്രൗണ്ട് കാണിക്കട്ടെ. നീ കുറച്ച് മുമ്പിൽ ഇങ്ങനെ വെച്ചോ. ഇങ്ങനെ ഇപ്പഴോ? പക്ഷെ അപ്പൊ അവിടെ നാട്ടിൽ പിടിക്കേണ്ടി വരും. അവിടെ ചെയറിൽ വെച്ചാലോടി. കുറച്ച് മുമ്പിൽ നിന്നാ മതി. ചെയറിൽ വെക്കാം. ചെയറിൽ വെച്ചാൽ കിട്ടും. ഇല്ല ഇല്ല. എന്തെങ്കിലും സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഹോൾഡ് മതിയോ? അത് തന്നെ. വെരി ഗുഡ്. ഞാൻ എത്ര സമയം ഇങ്ങനെ പിടിക്കും? അപ്പൊ കമന്റ് വായിക്കണ്ടേ? കുറച്ചേരായിട്ട് ഞാൻ പിടിക്കാം. ഗൗതം ഗൗതം ഗൗതം. എല്ലാരും ഗൗതം. നമസ്കാരം 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 നമസ്കാരം. ഹായ് ഹായ് ഹായ്. ഹാപ്പി ടു സീ യു. അപ്പൊ സൂപ്പറാണ്. ശരി, എന്തെങ്കിലും എന്താണ്? അതെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ 500ാമത്തെ എപ്പിസോഡിന്റെ സന്തോഷമായിട്ടുള്ള രീതിയിൽ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഒരൊറ്റ പപ്സ് കുത്തി കയറ്റുമ്പോഴാണ് ഇവിടെ എന്നെ കൊണ്ട് തിരിച്ച് കാണിച്ചത്. തീർന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളിപ്പോ എല്ലാരും ഇപ്പൊ അധികം ഇപ്പൊ വാടക വീടിന്റെ സെറ്റപ്പ് പോയോണ്ടിരിക്കും. അപ്പൊ അധികം ആർട്ടിസ്റ്റ് എല്ലാരും ഇല്ല. എന്നാലും നമ്മുടെ കൂടെ തന്നെ എല്ലാവരും ഫോട്ടോസിലുണ്ട്. മാംഗല്യം തന്തുനാനി ഈ ചിരിച്ചിരിക്കുന്ന ആളാണ് നമ്മുടെ ഡയറക്ടർ. പുള്ളിക്കാരൻ വന്നിട്ട് ഇപ്പൊ ഫെഫ്കയുടെ ജോയിൻ ഇതാണ്. എല്ലാരും എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ചേട്ടനാണ് സിനോജ്. പുള്ളിക്കാരൻ വന്നിട്ട് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. RP ശ്രീകുമാർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. സോ ഞാൻ എന്തിനാണ് പിന്നെ നമ്മുടെ ഈ സംഭവം കൂടി ഉള്ളത് വളരെ നന്നായി. കാരണം നമ്മുടെ ടെക്നീഷ്യൻസ്മാരെ ഇവിടെ ഒരു ലൈവ് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സാധാരണ നമുക്ക് വന്നിട്ട് എപ്പോഴും ആർട്ടിസ്റ്റുകളെ ഓക്കെ അല്ല, സാധാരണ എപ്പോഴും ആർട്ടിസ്റ്റുകളെ നമ്മൾ വന്നിട്ട് കണ്ടും അവരെ ക്യാരക്ടേഴ്സിനോടെ നിങ്ങൾ പബ്ലിക് എപ്പോഴും കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിനുവേണ്ടി പിന്നണിയില് വർക്ക് ചെയ്യണ കുറെ പേര് നമ്മളിതുവരെ ടെക്നീഷ്യൻസിനെ നമുക്ക് അറിയാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് പിന്നിൽ തന്നെ ഇവരൊക്കെ നമ്മുടെ സാരഥികളാണ്. ഇവിടെ എല്ലാരും ഇരുന്ന് ഇതാണ് നമ്മുടെ ഫുൾ ക്രൂ.
സോ ഇവരെല്ലാവരുമാണ് മാംഗല്യം തന്തുനാനയുടെ പിൻബലം. ഞങ്ങൾ മുൻബലം അല്ലേ? ശിവാനി ചേച്ചി എവിടെയാണ്? ശിവൻ ചേച്ചി ഇവിടെ ശിവാനി ചേച്ചി നിധിയുടെ പിന്നിലുണ്ട്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ശിവാനി ക്രിമിനൽ ആണ്. മാറ്റ് ശിവാനി ഇല്ലല്ല, ഇപ്പൊ ഞാൻ പറയാം, ശിവാനി ക്രിമിനൽ ആണെങ്കിലും അത് മാറ്റിയാലും വേറൊരു ക്രിമിനലാ വരാൻ പോണേ. എന്തായാലും ആ ക്യാരക്ടർ ചെയ്ത എല്ലാവർക്കും വന്നിട്ട് അല്ലെ, എന്താ പറയാ. പക്ഷെ പുള്ളിക്കാരി അത് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ക്രിമിനലായിട്ട് തോന്നുന്നത്. ആ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്യുന്നതുകൊണ്ട് ക്രിമിനലായിട്ട് തോന്നുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹായ്, ഹലോ ഫാമിലി, ഹലോ, ഹായ്. ഇപ്പോ ആക്ച്വലി നമ്മൾ എപ്പോഴും പോലെ തന്നെ ക്യാരക്ടറൈസേഷൻ എന്നൊക്കെ പറയില്ലേ, ഓരോ സീരിയലിൽ വന്നിട്ട് നമ്മുടെ ഗൗതം, ശിവാനി, നമ്മുടെ പ്രണവ്, അതുപോലെ തന്നെ ഒരു പുള്ളിക്കാരി ഉണ്ട്. എപ്പോഴും ലാസ്റ്റ് ടൈമിൽ ഗസ്റ്റ് അപ്പിയറൻസിലേ വരുള്ളൂ. കാരണം ക്യാരക്ടറൈസേഷൻ പോലെ ഭയങ്കര ലേറ്റ് കമറാണ്. അങ്ങനെ വന്ന് നിൽക്കുന്ന ആളാണ് ഈ പുള്ളിക്കാരി. ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലെ? ഇന്ന് വസുന്ധര ലുക്കിലല്ല, ഷൂട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരിയായിട്ട് തന്നെ വന്നേക്കണം. അതെ, എന്റെ ഇവിടുത്തെ മേക്കപ്പ് മാൻ ആണ് എന്നെ ഒരുക്കി വസുന്ധര ആക്കാറ്. അത് കാരണം ഞാൻ എന്താ നോർമൽ ലുക്കിലാണ് വന്നിരിക്കണേ. ഓ, എല്ലാരും ഹായ് ഒക്കെ അയക്കുന്നുണ്ടല്ലോ. എല്ലാവർക്കും എന്താണ് മികച്ച തീരുമാനം? എന്നാ പറഞ്ഞോളൂ, എന്തെങ്കിലുമൊക്കെ പറയാ. എല്ലാവർക്കും മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു അവസരത്തിൽ നമ്മൾ നമ്മുടെ പഴയ നിധിയും കൂടെ ഓർക്കണം അല്ലേ? നമ്മുടെ ഗോപികയാണ് ഈ ക്യാരക്ടർ ആദ്യം ചെയ്തു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജൂലിക്കുട്ടി അത് ഏറ്റെടുത്തു. ഇപ്പൊ ഭംഗിയായിട്ട് പോകുന്നു, നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. മാംഗല്യം തന്തുനാനേന ഞാൻ ഓടിക്കിടച്ച് വന്നതുകൊണ്ട് നന്നായിട്ട് അണയ്ക്കുന്നുണ്ട്. വസുന്ധര മിന്നൽ വേഗത്തിലാ വന്നത്, അതുകൊണ്ട് തന്നെ മൂക്കിലും മിന്നലും വെച്ചിട്ടുണ്ട്. എന്താ പറയുന്ന കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇവിടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. ഒരു സീരിയലിന്റെ എപ്പിസോഡ്സ് 500 എപ്പിസോഡ് ശ്രദ്ധിക്കും. ഒരു സീരിയല് 500 എപ്പിസോഡ് പോവാന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ നമ്മളിവിടെ എല്ലാവരും ഭയങ്കര കൂട്ടാണ്, ഭയങ്കര കമ്പനിയാണ്. എന്താണ് നിനക്കൊരു ഈ ഗൗതം ഈശ്വരമംഗലത്തേക്ക് എന്നാ തിരിച്ചു പോണേ? പറ്റിക്കാട്ടോ, ഇപ്പോഴൊന്നും വരാനുള്ള ചാൻസ് ഇല്ല. ഇവന് ഇവിടെ ഇഷ്ടായി തോന്നുന്നു ഗൗതമിന്. കണ്ടോ വസുന്ധര ഒന്ന് ഇവിടെ നിന്ന് വന്ന് പൊക്കാൻ നോക്കി. എല്ലാവരുടെ 9 മണിക്ക് കാണാം. ഈ സീരിയൽ ഞാൻ കാണാറില്ല. അപ്പൂസേ ഇനി കണ്ടു തുടങ്ങണേ. അല്ല, ഇഷ്ടപ്പെടാണ്ടല്ലേ, കുഴപ്പമില്ല. അങ്ങനെ ഇനി കൊറേ പേരൊക്കെ ഹായ് ചിരിക്കുന്നു. എന്താ സന്തോഷം. അനു കൃഷ്ണന് ഭയങ്കര സന്തോഷാണല്ലോ. സീരിയല് കാണാറില്ല, ഫോട്ടോ സീരിയൽ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ സന്തോഷം. ചൂടിയായിരുന്നല്ലേ ഇപ്പൊ മഴ, ഇത്ര നേരം മഴ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയിട്ടു മഴ. ഞങ്ങള് ഫുൾ ടൈം വേസ്റ്റിലാണ് ഇരിക്കാറ്. എന്നിട്ട് ഞങ്ങള് അതെ എല്ലാരും വിചാരിക്കും ശരിക്കുവാണെന്ന് കേട്ടോ. ഇതിലിപ്പോ പറഞ്ഞത് നമ്മള് ഫുൾ ടൈം വേസ്റ്റിലാന്ന് പറഞ്ഞത്. ഇവിടെ ഇവന്റെ നേരെ ക്യാമറ തിരിച്ചു വെക്കുന്നതായിരിക്കും നല്ലതല്ലേ? നിന്നെ പറ്റി മാത്രം പറയണു. ഗൗതം ചേട്ടൻ നല്ല സ്റ്റൈലായിട്ടല്ലേ ഇരിക്കണേ. ഒരിക്കലും ഇല്ലാത്തൊരു സ്റ്റൈലില് വന്നേക്കുവല്ലേ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? ഞാനിനി പറയേണ്ടതൊന്നുമില്ല, ഞാൻ എല്ലാരും കാണിച്ചു. ഞാൻ എല്ലാവർക്കും സുഖമാണ്, സ്ക്രിപ്റ്റ് റൈറ്റർ സിനോ ചേട്ടനെ കാണിച്ചു, ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സുഖമാണ്. ഉണ്ണിച്ചേട്ടനെ കാണിക്കും. 500 ആയിട്ട് ചെലവൊക്കെ ഓരോരുത്തരായിട്ട് സംസാരിപ്പിക്കാം. നമ്മള് ഈ പറഞ്ഞ പോലെ ഗ്യാപ്പ് കിട്ടാത്തല്ലോ. ഹായ് എവരിവൺ, നൈറ്റ് ടു സീ യു. ഗൗതം ഇസ് ഓസം. നമ്മുടെ ഗൗതം ഉണ്ടല്ലോ, സാധാരണ ലൊക്കേഷനിൽ എങ്ങനെയാണെന്നറിയോ?
ഭയങ്കര ഡയറ്റും ഭയങ്കര ഫുഡ് കൺട്രോൾ ചെയ്തൊക്കെ ഇപ്പഴേ ഈ ഭയങ്കര ഒരു മിനിറ്റ് ശ്രദ്ധിക്കുന്ന ഈ ലൈവിന്റെ തുടക്കം തന്നെ ഞാൻ പപ്സ് കുത്തി കയറ്റേണ്ടതായിരുന്നു. അപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി മാറ്റാം, വേറെ എന്തെങ്കിലും പറയാം. അതാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്തു കൂട്ടുന്നുണ്ട് ഗൗതം. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മളിപ്പം കേക്ക് കട്ട് ചെയ്തോ? കേക്ക് കട്ട് ചെയ്തത് പോലും കഴിച്ചിട്ടില്ല. പ്രണവ് എന്താ മിണ്ടാത്തെ? ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് പ്രണവ് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണേ. അപ്പം കൊടുക്കാം പ്രണവിനോട്. വസുന്ധര സംസാരിക്കുമ്പോൾ പ്രണവ് സംസാരിക്കും. ഗൗതമിന്റെ അമ്മ എവിടെ? മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചി എവിടെയാ? മഞ്ജു ചേച്ചിക്ക് ഐ മീൻ പാർവതി അമ്മയ്ക്ക് ഷൂട്ടില്ലാത്തതിനെ കൊണ്ട് നാട്ടിൽ പോയി. അതുകൊണ്ടല്ല, എന്തോ ഒരു എമർജൻസി ഉണ്ട് വീട്ടിൽ ചെന്നിട്ട്. അപ്പൊ അതുകൊണ്ട് മഞ്ജു ചേച്ചി വീട്ടിൽ പോയി. ഹായ്, കേരള വസ് അച്യുതാനന്ദൻ അഡ്മിറ്റ്. ഇപ്പഴെ പറഞ്ഞോളൂ ചേച്ചി. ഹായ് ഗൗതം. ശരി, നീ എന്തെങ്കിലും പറ, സംസാരിക്കും. എന്തായാലും നമ്മുടെ 500ാമത്തെ എപ്പിസോഡ്, റൂബി ഇന്ത്യന്ന്. എന്നാലും നമ്മുടെ 500ാമത്തെ എപ്പിസോഡാണ് ഇന്ന്. 500ാമത്തെ എപ്പിസോഡിന്റെ ഫംഗ്ഷൻ നടക്കുകയാണ്. ഈ ഒരു 1.5 കൊല്ലം, അതിന് 1.5 കൊല്ലം നീ ഇടയ്ക്ക് വെച്ച് ആക്ച്വലി ഈ കൂട്ടത്തില് ചേച്ചി, ഞാന്, റൂബി, 3 പേരാണ് ഞങ്ങൾ സ്റ്റാർട്ടിംഗ് തൊട്ട് ഉണ്ട്. ഇടക്കാലത്ത് വന്ന് സൂപ്പർ ആയിക്കൊണ്ട് ക്യാരക്ടറൈസേഷൻ കൊണ്ടുവന്ന 2 പേരാണ് ഇതിയും പ്രണവും. പാർവനിയാണോ വസുവിനെയാണോ ഗൗതമിന് ഇഷ്ടം? എന്റെ പൊന്നു മോനല്ലേ ഇത്? ഇത് വസുന്ധരയുടെ പോലെ ചേച്ചിയുടെ പോലെ ഇല്ലേ? വസുന്ധര ക്യാരക്ടർ വൈസ് നോക്കി കഴിഞ്ഞാൽ ഗൗതമിന് വന്നിട്ട് പാർവനെ കാണാൻ. ക്യാരക്ടർ വൈസ് വെച്ച് പറയുകയാണെങ്കിൽ ഗൗതമിനെ എപ്പോഴും നിധിയാണ് ഇഷ്ടം, പാർവിന് ഇഷ്ടം, പിന്നെ ആരെയാ? നിർമ്മലന് ഇഷ്ടം. ക്യാരക്ടറേ അല്ല ഗൗതമിന്റെ ക്യാരക്ടറേ. വസുന്ധര സിമ്പിൾ ആയപ്പോ അടിപൊളി സ്റ്റൈലായിരുന്നു. സിമ്പിൾ ബ്യൂട്ടിയാണ്. ഇനി നമ്മുടെ ഇടക്കാലത്ത് വെച്ച് വന്ന പ്രണവ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും, സംസാരിക്കും. എന്തെങ്കിലുമൊക്കെ പറയടാ മോനെ, നമ്മുടെ സീരിയലിനെ പറ്റി പറയടാ മോനെ. സീരിയലില് ഞാൻ വായിച്ചിട്ട് മറുപടി. അതെ ഹായ് വന്നിട്ട് നിനക്ക്. എനിക്കല്ല, മൊത്തത്തിൽ വന്നു കിടന്നു. അനു കൃഷ്ണ ഹായ്. ഇൻസൈഡ് സീരിയൽ ശിവാനി ഈസ് ടു മച്ച്. ഓ ശരിക്കും ശരിക്കും ഞാൻ എങ്ങനെയാന്ന് പറ. ശരിക്കും പാവം, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ശരിക്കും ഞാൻ പറഞ്ഞു, ശരിക്കും പാവം. അതിലുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, ഞാനും ജൂലിയും ഇടയ്ക്ക് വെച്ചിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഒരിക്കലും മിസ് ചെയ്യുന്നു, ഞങ്ങൾ മിസ് ചെയ്യുന്നു. എല്ലാരും മിസ് ചെയ്യാറുണ്ട് ഇവിടെ. എനിക്കറിയില്ല, ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇടയ്ക്ക് വന്നതിന്റെ ഒരു ഞാൻ മിസ് ചെയ്യാൻ എനിക്കറിയില്ലല്ലോ. അതെ, നീ ഇപ്പൊ വന്ന ഞാനൊന്ന് പറയാൻ സമ്മതിക്കും. പറയട്ടെ, പാവം എന്താ പറയണ്ടായിരുന്നു. എന്തായാലും ഗൗതമിനൊരു നല്ല കാലം വന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. എന്താണെന്ന് അറിയില്ല, സങ്കടമാകുമ്പോ ഞങ്ങൾക്ക് സങ്കടമാകുമ്പോ ഗൗതം സന്തോഷം വരുമ്പോ ഞങ്ങൾക്ക് സന്തോഷം വരുന്നു. ഹായ് ജീവൻ. ഹായ്. ഇപ്പഴാ ജീവന് ജീവൻ വന്നത്. ചൂട്, എന്തൊരു ചൂട്. സീരിയൽ സൂപ്പർ ആകുന്നുണ്ട്. അടിപൊളി. പ്രണവ്, നീ ശിവാനിയെ തിരിച്ചറിയണം. തിരിഞ്ഞു നോക്കടാ, തിരിച്ചറിയടാ. അവസരം കിട്ടാൻ എന്ത് ചെയ്യണം? ചേട്ടായി, സിനിമയിൽ അവസരം കിട്ടാൻ എന്ത് ചെയ്യണം? സീരിയലിൽ അവസരം കിട്ടാൻ എന്ത് ചെയ്യണം? ആരായിരുന്നു ആ ചോദിച്ചത്? കഷ്ടമുണ്ട് കൊച്ചിന്. ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, എവിടെയാ കുട്ടി? സിജോ. ചേട്ടായി, സീരിയലിൽ അവസരം കിട്ടാൻ എന്ത് ചെയ്യണം? മോന് ഭയങ്കര ഇഷ്ടമാണോ സീരിയലിൽ അഭിനയിക്കാൻ? ഓഡിഷൻസ്. അതെ, ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് എൻട്രിക്ക് നിറയെ ഓഡിഷൻസ്, നമ്മൾ കുറെ കാര്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് വരാൻ പറ്റും. കുറെ ഓഡിഷൻസ് ചെയ്ത് ഫസ്റ്റ് എൻട്രിയിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ അടുത്തൊരു പ്രൊജക്ടിലേക്ക് കടക്കുമ്പോഴാണെങ്കിലും ഭയങ്കരമായിട്ട് ഹോംവർക്കിന്റെ അത്യാവശ്യമുണ്ട്. അത്യാവശ്യം അത് ഭയങ്കര, കാരണം നമ്മൾ വന്നിട്ട് ഓരോ ക്യാരക്ടറൈസേഷൻ വന്നിട്ട് ഇപ്പൊ ഹീറോ ആയിട്ട് ചെയ്താലും വില്ലൻ ആയിട്ട് ചെയ്താലും എല്ലാ കോമഡി ആയിട്ട് ചെയ്താലും കുറെ വർക്ക്ഔട്ട് ചെയ്യാനുണ്ടാവും. പക്ഷെ ഓഡീഷൻ ആണ് മെയിൻ. എന്ത് ക്യാരക്ടറൈസേഷൻ വന്നാലും ഫസ്റ്റ് ഒരു ഏറ്റവും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ ഒരു കോൺഫിഡൻസിൽ വന്നു കഴിഞ്ഞാൽ, കോൺഫിഡൻസ് ഈസ് ദ കീ. ക്യാൻ ട്രൈ വിത്ത് ദാറ്റ്. കൈയടിക്കടാ. അപ്പൊ അങ്ങനെ എന്തായാലും നമുക്കിപ്പം ഈ 500ാമത്തെ എപ്പിസോഡിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷത്തോടെ ആട്ടോ നമ്മളൊരു ലൊക്കേഷനിൽ ഇരിക്കുന്നത്. കാരണം ഇവിടെയുള്ള ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയും ഒക്കെ നമ്മളെ ഈ ഒരു ക്യാരക്ടറൈസേഷനും ഈ ഒരു സീരിയലിലെ ത്രൂ ഔട്ട് നല്ല രീതിയിൽ പോകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവൻ ആ മെസ്സേജ് കണ്ടിട്ട് ചിരിക്കുന്നതാണോ അതോ ഞാൻ പറഞ്ഞതിന് പുച്ഛിച്ചാണോ എന്ന് എനിക്കറിയില്ല. ചേച്ചി നമ്മളിപ്പോ ഒന്നുമില്ല, ഇപ്പൊ ജസ്റ്റ് വന്നിട്ട് നമ്മുടെ സെറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് അല്ല, അത് ഞാൻ തിരിച്ചു കാണിച്ചു. ഒന്ന് പോയിട്ട് എല്ലാവരും ഒന്ന് ഓടിച്ച് കാണിച്ചു കൊടുത്തു. ഡയറക്ടർ
നമുക്ക് സാറിനെ കാണണമെന്ന്. അതെ, സാറേ പറയുന്നത് ഇവിടെ ചിരിച്ചിരിക്കുന്ന സാറാണ് ശ്രീജിത്ത് സാർ എന്ന് പറയുന്നത്. മാംഗല്യം തന്തുനാനേന എന്ന് പറഞ്ഞ സീരിയലിന്റെ കപ്പിത്താൻ എന്ന് പറയാൻ നമ്മുടെ ഡയറക്ടറാണ് ശ്രീജിത്ത് പല്ലേരി സാറ്. സാറിന് എന്താ സാർ ഈ 500ാമത്തെ എപ്പിസോഡിൽ പറയാനുള്ളത്? തീർച്ചയായിട്ടും വളരെ സന്തോഷം. 500 എപ്പിസോഡിൽ എത്തുക എന്ന് പറയുന്നത് 2 വർഷത്തെ യാത്രയാണ്. ഈ യാത്രയിൽ എല്ലാവരുടെയും സപ്പോർട്ട് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് തരുന്ന വൈബ് വളരെ വലുതാണ്. താങ്ക് യു. അതെ, നമ്മുടെ ഓഡിയൻസിനെ പറ്റിയിട്ട് സാറിന് ഭയങ്കര അഭിപ്രായമാണ് കേട്ടോ. എപ്പോഴും കമന്റ്സ് ഒക്കെ ഇരുന്ന് നോക്കുന്നത് നമ്മൾ കാണാറുണ്ട്. കൂടുതൽ പേരും തെറി വിളിക്കുന്നത് ഇടയ്ക്ക് കേൾക്കാറുണ്ട്. അതിന്റെ എല്ലാ ഉത്തരവാദിയാണ് കേട്ടോ ഈ നിക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുറെ ക്രൂ മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ. ഒത്തിരി പേര് നമ്മുടെ പ്രൊഡക്ഷനിലെ ചേട്ടനാണ് റഹ്മാനിക്ക. ഇതൊക്കെയാണ് നമുക്ക് ഭക്ഷണം സ്നേഹത്തോടു കൂടി വിളമ്പി തരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഓടിക്കുന്ന ചേട്ടനാണ് മമ്മൂട്ടി ചേട്ടൻ. അങ്ങനെ ഇപ്പം നമ്മുടെ യൂണിറ്റിലെ ചേട്ടന്മാരൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ കാഷ്യറാണ് ശ്രീകാന്ത്. പിന്നെ നമ്മുടെ ആർട്ട് ടീമൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും യൂണിറ്റിലെ മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. അങ്ങനെ അപ്പൊ ഞാൻ എന്താ ഇനിയിപ്പം കുറെ പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും. ഹായ്. എന്തായാലും ഗൗതമിന് ഒരു നല്ല കാലം വന്നു. അതിപ്പോ അത് വായിച്ചു കഴിഞ്ഞ ചേച്ചി ഓക്കെ. നമ്മളിപ്പോ തന്നെ വായിച്ചു. അയ്യോ പാവണ്ട്. പ്രണവ് അനിയനായോണ്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല ഒന്നും. പ്രണവ് അന്യനാണെന്ന്. വസുന്ധരെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ക്ലാരിറ്റി ഇല്ല. അതാ പ്രശ്നം. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ എന്ത് പറഞ്ഞോണ്ടിരുന്നത്. എന്തോ നീ ഇടയ്ക്ക് ജോയിൻ ഞാൻ ചോദിക്കാം പ്രണവ്, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ. അല്ല, ഞാൻ ചോദിക്കാൻ വരായിരുന്നു ഒരു സൺലൈറ്റ്. ഞാൻ ചോദിക്കാൻ വരായിരുന്നു, നമ്മള് പൊതുവെ ഇടയിൽ നിന്ന് ഒരു ക്യാരക്ടറിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പല ടെൻഷൻസ് ഉണ്ടാവും. ആ ക്യാരക്ടർ ഇനി എങ്ങനെ വരും? അത്രയും നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ക്യാരക്ടറാണ് ഇതിന് മുന്നേ ചെയ്തിരുന്ന പ്രണവ്. അപ്പൊ നീ അതൊരു ഏറ്റെടുക്കാനായിട്ടുള്ളൊരു എന്തായിരുന്നു അതിന് പ്രചോദനമേകിയത്? ഞാനാണെന്ന് മാത്രം പറയരുത്. ജീവൻ ഇത്ര നിഷ്കളങ്കനാകാൻ പാടില്ല കേട്ടോ. എനിക്ക് എന്റെ പൊന്നോ, എനിക്ക് സംസാരിക്കാൻ ഒരു സമയം കിട്ടില്ലെന്നേ ഉള്ളൂ. എന്ത് പറഞ്ഞിരുന്നേ ചേച്ചി? സാന്ത്വന വീട്. അതെ അതെ, അല്ല ഇത് സാന്ത്വന വീടല്ല, ഇത് ഞങ്ങളുടെ വീട്. ശിവാനി പാവം തോന്നുന്നു. റിയൽ സീരിയൽ ചവിട്ടി കൂട്ടാൻ തോന്നും. ഇപ്പൊ പ്രണവിനോട് ചോദിച്ചതിന് ഉത്തരം പ്രണവ് പറയും. അത് നമ്മൾ ഒരിക്കലും ഒരു സാന്ത്വന വീടല്ല ഇത്. കൊച്ചു ഉത്തരം പറയട്ടെ. നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയുക കമ്പാരിസൺ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് നമ്മുടെ ബെസ്റ്റ് ചെയ്യാന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. അല്ല, നീ കമ്പയർ ചെയ്യില്ലല്ലോ, ഓഡിയൻസ് പ്രേക്ഷകർ കമ്പയർ ചെയ്യുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? ഇഷ്ടപ്പെടുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാ ക്യാരക്ടേഴ്സും ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു വിജയത്തിന്റെ കാര്യം, രഹസ്യം. കഴിഞ്ഞ ഇവിടെ ശിവാനിക്ക് കുറെ ഫാൻസ് ഉണ്ടല്ലോ. താങ്ക് യു. ശിവാനിയുടെ ഫേസ് ഒന്ന് കാണിക്കൂ. സാന്ത്വനം മണ്ണിന്റെ ശിവാനി, താങ്ക് യു സോ മച്ച്. ശിവാനി ആക്ച്വലി ഭയങ്കര ലൊക്കേഷനിൽ എല്ലാവരുടെ അടുത്തും ഭയങ്കര ബബ്ലി, എല്ലാവരുടെ അടുത്തും തല്ലി പിടിക്കുന്ന ഒരു കൊച്ചാണ്. തല്ലു പിടിക്കണോ? എന്റെ അടുത്ത് തല്ലു പിടിക്കാറുണ്ട്. തല്ലു പിടിക്കാറെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് രസാ. ശിവാനി ഇല്ലെങ്കിൽ ഒരു രസമില്ല ലൊക്കേഷൻ. താങ്ക് യു വിഷ്ണു കൃഷ്ണ. എല്ലാവരെയും ഇഷ്ടമാണ്. ശിവാനി പൊളിയാണ്. ഓ ശിവാനി പൊളി. ഹായ് വസുന്ധര. ഹായ് വസുന്ധര മേഡം, സൂപ്പർ കൺമണിയിലെ മേഡത്തിന് താങ്ക് യു. നമ്മുടെ ഇപ്പൊ നമ്മള് നിൽക്കുന്ന ലൊക്കേഷൻ മാംഗല്യം. ക്ലൈമാക്സിലെങ്കിലും വസു ശിവാനി നന്നാവോ? നീ കുറച്ചേരം പിടിച്ച് എന്റെ കൈകൾ. ക്ലൈമാക്സ് ആവാനായിട്ട് ഇനിയും കുറെ എപ്പിസോഡുകൾ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും എന്ത് കണ്ടുപിടിക്കണ്ട. നല്ല സീരിയലാണ്. ഇനിയും നന്നായിട്ട് പോകും കേട്ടോ. നന്നായിട്ട് പോകണം എന്നാണ് നമ്മുടെ ആഗ്രഹവും. സാന്ത്വനം വീടല്ലേം ചോദിക്കണ്ട. അതെ കേട്ടോ, ഇത് സാന്ത്വനം എന്ന് പറഞ്ഞ സീരിയൽ ഷൂട്ട് ചെയ്ത വീടാണ്. അങ്ങനെ കുറെ സീരിയലുകൾ ഷൂട്ട് ചെയ്ത വീട്, കുറെ അധികം സീരിയലുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ.
അപ്പൊ ഇപ്പൊ നമ്മള് മാംഗല്യം തന്തുനാനയിലെ നിന്നെ കൊല്ലാൻ ശിവാനി കൊല്ലാനുള്ള കലിപ്പുണ്ടെന്നൊക്കെ പറയും. മൈ സൂപ്പർ ഹീറോ ആ ഇഷ്ടിക എടുത്ത് തലയിലടി. ജീവൻ ബ്രോയുടെ ഡാൻസ് കണ്ടിട്ട് കുറേ ആയി. എന്നാ ഡാൻസ് കളിക്കും. ഒരു മൂൺ വാക്ക്. ഏയ് ചേട്ടന് ചീത്ത പറയുന്നോടെ. പിടിച്ചു വെച്ചിരിക്കുകയാണ് മൊത്തം ജീവൻ ബ്രോയുടെ പാട്ട് കേട്ടാലോ നമുക്ക്? എന്നാ ഞാനങ്ങട് ഏയ് പാടുന്നില്ലേ നീ? എനിക്ക് പാടാൻ മഞ്ചളി കൊമ്പിന്റെ മഞ്ചളി വേണ്ട താല്പര്യമില്ല. എന്നാ നമുക്ക് സീരിയലിനെ പറ്റി മാത്രം സംസാരിച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ നിധി സൂപ്പറാണ്. താങ്ക് യു. സന്തോഷം. ഈ നിധിയെ കൊണ്ട് ഒരു രക്ഷയില്ല ലൊക്കേഷനില്. ഞാനോ എല്ലാവരുടെയും ആക്ടിങ് പൊളിയാണ്. താങ്ക് യു എല്ലാവരുടെയും ആക്ടിങ് പൊളിയാണ്. സോ പൊളിയാണെന്ന് ഉദ്ദേശിച്ചത് നല്ലതാണെന്നല്ലേ? പൊളിയാണെന്ന് വെച്ചാൽ നല്ലതാണ്. നല്ലതാണ്. അപ്പൊ നമ്മള് ഈ സീരിയലിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്കാണ് നിങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് ലൈവിന് വേണ്ടി വന്നത്. നിധിയുടെ ശരിക്കും പേരെന്താ? എന്റെ ശരിക്കുള്ള പേര് ജൂലി എന്നാണ്. ജൂലി. ശവാനി. ശരി, നിധി സൂപ്പർ. നിധി സൂപ്പർ. ശരി, അപ്പൊ നമ്മള് സീരിയലിലെ ശനി നീ ക്വസ്റ്റ്യൻസ് നോക്കലേട്ടോ. സീരിയലിന്റെ ഷൂട്ടിംഗ് ഗൗതം എന്റെ മോനെ പോലെയാണ്. അമ്മ അച്ഛനും ഇവിടെ താങ്ക് യു അമ്മ. താങ്ക് യു അച്ഛൻ. ഇവിടെ എത്ര അമ്മമാരുണ്ടെന്നറിയോ? എന്നിട്ട് ഇനിയിപ്പോ വേറെ അമ്മയും വന്നു. ഒരുപാട് അമ്മമാർ. എല്ലാരും സൂപ്പർ ആട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നമ്മള് 500 എപ്പിസോഡിൽ എത്തി നിൽക്കാണ് നമ്മുടെ സീരിയല്. അത് ഒരു ചില്ലറ കാര്യമല്ല. ഇത്രയധികം എപ്പിസോഡുകൾ വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ പ്രേക്ഷകരുടെ സപ്പോർട്ട് കൂടി മുന്നേറുക. നമ്മുടെ ഡയറക്ടർ സാർ പോന്നു, സാറിനെ കൂടെ വിളിച്ചിട്ട്. അപ്പോ എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. നമ്മുടെ ഓഡിയൻസ് ഇനിയും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ പോട്ടെ. എല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അതെ, ഇനിയും സപ്പോർട്ട് ചെയ്യാം. തുടർന്നും സപ്പോർട്ടും സ്നേഹവും എല്ലാവരുടെയും. നമുക്ക് ഇതേപോലെ 1000 എപ്പിസോഡിൽ ഒരു ലൈവ് പോകണം. അന്ന് അത് കഴിഞ്ഞ് പാട്ടും കളഞ്ഞു. അത് കഴിഞ്ഞ് 2000 എപ്പിസോഡിലേക്ക് അവര് കാണൂല കേട്ടോ, അന്ന് പാട്ടും ഡാൻസ് ഉണ്ടാവും. സാർ ഹാപ്പി അല്ലേ? ഹാപ്പി 600 എപ്പിസോഡ് ആയാൽ ലൈവ് വരുമോ? ഉറപ്പായിട്ടും വരാം. ശരിക്കും എന്റെ മോൻ നിന്നെ പോലെ ഇരിക്കും. അതാ എനിക്ക് നിന്നെ പോലെയാണ് ആ ചേച്ചിയുടെ മോനിരിക്കുന്നത്. താങ്ക് യു. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ. ടാറ്റാ. അങ്ങനെ സേവ് ചെയ്ത് എങ്ങനെ എനിക്കറിയില്ല. അത് എനിക്കറിയില്ല. അയ്യോ അങ്ങനെയല്ല.